ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട മദ്രസ അധ്യാപകരെ, അധ്യാപികമാരെ, ഏതെല്ലാം പ്രാർത്ഥനകളാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്? ആ പ്രാർത്ഥനകളിൽ നമ്മൾ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട പ്രാർത്ഥന, നമ്മുടെ മദ്രസയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട പ്രാർത്ഥന, പരീക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പ്രവാചകൻ പറഞ്ഞു, മൻ റആ മുബ്തലൻ, ഒരാൾ പരീക്ഷിക്കപ്പെട്ടവനെ കാണുകയാണ് എങ്കിൽ അത് ഏത് നിലക്കുള്ള പരീക്ഷണമാകട്ടെ, ഒരു പക്ഷേ രോഗം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അതുമല്ല എങ്കിൽ ദുരന്തമോ ദുരിതമോ ബാധിച്ച വ്യക്തികളായിരിക്കാം. ഇങ്ങനെ ഏത് പരീക്ഷണവും നേരിടുന്ന ദുരിതം ബാധിച്ച വ്യക്തികളെ കാണുകയാണ് എങ്കിൽ അവിടെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ ആഫാനി, അവൻ എങ്ങനെയുള്ളവനാണ്? ആഫാനി, അവൻ എനിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു, ആഫിയത്ത് നൽകിയിരിക്കുന്നു. മിമ്മബ്തലാക ബിഹി, എന്തൊരു ദുരിതമാണോ പ്രയാസമാണോ നിങ്ങളെ ബാധിച്ചത്, അതിൽ നിന്നും അള്ളാഹു എനിക്ക് സൗഖ്യം നൽകിയിരിക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും പരീക്ഷിക്കപ്പെട്ടവൻ കേൾക്കാതെയാണ്, മെല്ലെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ അത് കേൾക്കുന്നവർക്ക് പ്രയാസമുണ്ടാകും, പരീക്ഷിക്കപ്പെട്ടവന് അത് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ നമ്മൾ ചൊല്ലണം. വഫദ്ദലനി, എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എന്നെ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു. അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല, അല്ലാഹുവിൻ്റെ പല സൃഷ്ടികളെക്കാളും എനിക്ക് കൂടുതൽ ശ്രേഷ്ഠതയും മഹത്വവും എൻ്റെ റബ്ബ് നൽകിയിരിക്കുന്നു. ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു എനിക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് റഹ്മാനെ അൽഹംദുലില്ലാ, റഹ്മാനായ റബ്ബെ അൽഹംദുലില്ലാ, നിനക്കാകുന്നു സർവസ്തുതിയും, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ കണ്ടിട്ടാണോ ഇത് പ്രാർത്ഥിക്കുന്നത്, അത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെയാകണം പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പലപ്പോഴും വിശ്വാസം കുറഞ്ഞാണ് പലരും പ്രാർത്ഥിക്കാറുള്ളത്, അതല്ലെങ്കിൽ അശ്രദ്ധമായിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. ആ അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ വഴിമാറിയാൽ തീർച്ചയായും അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്ഭുതം? ലം യുസ്ഇബുഹു ദാലികൽ ബല, ആ പരീക്ഷണം ഒരിക്കലും ഇത് പ്രാർത്ഥിച്ചിൻ്റെ ജീവിതത്തിൽ അവനെ ബാധിക്കുകയില്ല എന്നാണ്. എത്ര പ്രാധാന്യമുള്ള വിഷയമാണ്! ഓരോ പരീക്ഷണങ്ങൾ, ദുരന്തങ്ങളും ദുരിതങ്ങളിലും പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നീറുന്നു, നമുക്ക് പ്രയാസം തോന്നുന്നു. എനിക്ക് അതുപോലെയുള്ള പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അവിടെ അത്തരം പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ
നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ സൗഖ്യം നൽകിയ റബ്ബിനെ ആത്മാർത്ഥമായി സ്തുതിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വാചകം, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലക ബിഹി വഫദ്ദലനി അല കസീരി മിമ്മൻ ഖലഖ തഫ്ലീല. ഈ പ്രാർത്ഥനാ വാചകങ്ങൾ മനസ്സറിഞ്ഞ് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ അധ്യാപകരായ നമ്മൾ ചൊല്ലുക. നമ്മുടെ വിദ്യാർത്ഥികളെ അതിൻ്റെ വിശ്വാസത്തോടുകൂടെ തന്നെ നമ്മൾ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അവിടെ നമ്മുടെ മക്കൾക്കും അത്തരം പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.